അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. സേമിയ കൊണ്ട് പുട്ടാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് സേമിയ കൊണ്ടുള്ള പുട്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സേമിയ കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. ഇതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് സേമിയ, അതുപോലെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം, നമുക്ക് സേമിയം ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമ്മൾ ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും 15 മിനിറ്റ് എല്ലാവരും വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെള്ളത്തിൽ ഇട്ടതിൻ്റെ ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു അരിപ്പയിൽ ഇട്ടിട്ട് നമുക്കത് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് നല്ല അരിപ്പയിൽ ഇട്ടിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. അതിന് നമ്മളിപ്പോൾ ഇതിൽ എടുത്തേക്കുന്നത് ഒരു മുറി തേങ്ങ, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച സേമിയ. അപ്പോൾ നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. തേങ്ങ ഇട്ടതിന് ശേഷം സേമിയ ഇട്ട് കൊടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റുള്ള വിഭവമാണ് സേമിയ പുട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ സേമിയ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ആവിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് സേമിയ പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്കൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് കട്ടൻ ചായയും സേമിയ പുട്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക.